നമസ്കാരം. അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP 6.7% വളരുമെന്ന് അനലിറ്റിക്സ് സ്ഥാപനമായ S&P ഗ്ലോബൽ. ആഭ്യന്തര വിപണിക്കകത്തെ വളരെ ശക്തമായ ഡിമാൻഡാണ് ഇത്തരത്തിലൊരു വളർച്ച ഇന്ത്യക്ക് സാധ്യമാക്കി കൊടുത്തത്. വളരെ കൃത്യതയാർന്ന രീതിയിലുള്ള നയവ്യതിയാനം, അതോടൊപ്പം തന്നെ പലിശ നിരക്കിലുണ്ടായ ഗണ്യമായ ഒരു കുറവുമാണ് ഇത്തരത്തിലുള്ളൊരു ആവശ്യകത വിപണിയിൽ സൃഷ്ടിച്ചെടുക്കാൻ കാരണം. നികുതി ഇളവും പണനയത്തിലൊരു കൃത്യതയുമാണ് ഇത്തരത്തിലൊരു സാമ്പത്തിക മുന്നേറ്റം ഇന്ത്യക്ക് സാധ്യമാക്കി കൊടുത്തത്. S&P ഗ്ലോബൽ റേറ്റിംഗ് പ്രകാരം 6.7% വരെ സാമ്പത്തിക വളർച്ച ഉയരുമെന്നാണ് പറയുന്നത്. പാകിസ്ഥാന്റെ സാമ്പത്തിക വളർച്ച 2.6%-ലേക്കും ചൈനയുടെ സാമ്പത്തിക വളർച്ച 4.6%-ലേക്കും ചുരുങ്ങുമ്പോഴാണ് ഇന്ത്യയുടെ ഈ രീതിയിലുള്ളൊരു വലിയ മുന്നേറ്റം എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്ത്യ തന്നെയാണ് അടുത്ത ലോക സാമ്പത്തിക ശക്തി എന്നത് നമുക്ക് മുന്നിൽ കൂടുതൽ വെളിവായിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ ലക്ഷ്യം വച്ചിരുന്ന ഒരു GDP വളർച്ച എന്നത് 3.6%, എന്നാൽ അതിൽ നിന്ന് തന്നെ കുറഞ്ഞ 2.68% വർധന മാത്രമേ പാകിസ്ഥാന് നേടാൻ കഴിയുള്ളൂ. പാകിസ്ഥാൻ്റെ പ്ലാനിംഗ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന നാഷണൽ അക്കൗണ്ട്സ് കമ്മിറ്റി സെഷനിലാണ് ഈ കണ്ടെത്തലുകൾ വെളിപ്പെടുത്തിയത്. വ്യാവസായിക മേഖലയിൽ നിലവിൽ തന്നെ ഏകദേശം 4% ഇടിവാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. നിലവിൽ 2025-26 സാമ്പത്തിക വർഷത്തേക്ക് മൊത്തം $4.9 ബില്യൺ വിദേശ സഹായം നേടിയെടുക്കാനാണ് ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. കാരണം ഇത്തരത്തിലൊരു വലിയ ഭീമമായ ഒരു നഷ്ടം GDP-യിൽ ഉണ്ടായ സ്ഥിതിക്ക് അതിൻ്റെ ആഭ്യന്തര വിപണിയിൽ ഈ രീതിയിൽ ഒരു തിരിച്ചടി നേരിട്ട സ്ഥിതിക്ക് ഇനിയൊരു ഗ്രാൻഡ് സമ്പാദിച്ചുകൊണ്ട് മാത്രമേ പാകിസ്ഥാന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇതിൽ നിന്ന് കരകയറുന്നതിലേക്കായിട്ട് വേണ്ടിയിട്ട് $500 ബില്യൺ വായ്പ ദുബായ് ഇസ്ലാമിക് ബാങ്കിൽ നിന്നും $500 മില്യൺ വായ്പ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ നിന്നും വാങ്ങുവാൻ കൂടിയാണ് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നത്. ചൈനയിലാകട്ടെ GDP വളർച്ച 4.6%-ലേക്ക് താഴുമെന്നാണ് പുതിയ റിപ്പോർട്ട്. പാകിസ്ഥാൻ്റെയും ചൈനയുടെയും സാമ്പത്തിക ചുരുക്കത്തിന് ഉപരി ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ ഒരു ശുഭകരമായ രീതിയിലല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഇന്ത്യയുടെ അതിവേഗത്തിലുള്ള ഒരു സാമ്പത്തിക വളർച്ച എന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സാമ്പത്തിക അസന്തുലിതാവസ്ഥ ലോകത്തിൽ നിലനിൽക്കുന്ന ഒരു കാലത്താണ് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ളൊരു വലിയ മുന്നേറ്റം നടക്കുന്നത് എന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. നിലവിൽ വലിയ പ്രതികൂല സാഹചര്യങ്ങളൊന്നും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഇല്ലെന്നാണ് S&P പറയുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ GDP 6.8% റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും പ്രവചിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ 6.5%-ത്തേക്കാൾ അല്പം കൂടുതലാണിത്. ഇന്ത്യയും US-ഉം തമ്മിലുള്ള ഒരു സാധ്യതയുള്ള ഒരു വ്യാപാര കരാർ, നിക്ഷേപകരുടെ GST നിരക്കുകളുടെ സമീപകാല ഇളവുകൾ, ആദായ നികുതി ഇളവ്, പലിശ നിരക്ക് കുറയ്ക്കൽ എന്നിവയും മധ്യവർഗത്തിന് കൂടുതൽ ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഇത് ഉപഭോഗം ശക്തിപ്പെടുത്തുമെന്നും റിപ്പോർട്ടുകൾ എടുത്തു കാണിക്കുന്നു. 2025-26 കേന്ദ്ര ബജറ്റ് ആദായ നികുതിയിൽ വലിയ ഇളവാണ് നൽകിയത്. ഇളവിൻ്റെ പരിധി 7 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷമാക്കി ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇടത്തരം വരുമാനമുള്ള കുടുംബക്കാർക്ക് 1 ലക്ഷം കോടി രൂപയുടെ ഒരു നികുതി ലാഭമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഇതിനു പുറമെ ജൂണിൽ RBI അതിൻ്റെ ബെഞ്ച് മാർക്ക് പോളിസി നിരക്ക് 50 ബേസിസ് പോയിൻ്റായിട്ട് കുറച്ച് 5.5%. ഇത് 3 വർഷത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. സെപ്റ്റംബറിൽ ഏകദേശം 375 അവശ്യ വസ്തുക്കൾ, അതും വ്യാപകമായി ഉപയോഗിക്കുന്ന അവശ്യ വസ്തുക്കളുടെ GST നിരക്ക് കുറച്ചു. അപ്പോൾ ഇത്തരത്തിൽ വളരെ വ്യാപകമായിട്ട് വളരെ നിരന്തരം ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ഒരു GST നിരക്ക് കുറയ്ക്കുന്നത് കൊണ്ട് അതിൻ്റെ വില കുറയുകയും തീർച്ചയായിട്ടും കൂടുതൽ ഡിമാൻഡ് സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ വായ്പാ നിരക്കിലെ ഒരു ഇളവും അതോടൊപ്പം തന്നെ GST ഇളവുകളും RBI നിരക്കിൽ ബെഞ്ച് മാർക്ക് നിരക്കിൽ കൊണ്ടുവന്ന ഇളവും ഒക്കെയായിട്ട് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തികമായി പൗരന് ലഭിക്കുന്ന ഒരു ധനത്തിൻ്റെ അളവ് അത്യാവശ്യം കൂടിയിട്ടുണ്ട്. ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെ വലിയ രീതിയിലുള്ളൊരു മുന്നോട്ട് പോകൽ ഉണ്ടാക്കി കൊടുത്തു. ഇതാണ് നിലവിലുള്ളൊരു സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണവും. അടുത്ത വർഷം ഈ സാമ്പത്തിക വളർച്ച വീണ്ടും 6.8%-ലേക്ക് മാറും. 6.5%-ൽ നിന്ന് 6.8%-ലേക്ക്
സാമ്പത്തിക വളർച്ച മാറുകയും ചെയ്യും. ഇത് വളരെയധികം ആശാസ്യകരമായ ഒരു കാര്യമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.